നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ഐ എം എൻ ആയുർവേദ കൺസൾട്ടൻറ്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഇപ്പോഴത്തെ കാലത്ത് ഒരു 85% ടീനേജേഴ്സ് ചെറുപ്പക്കാരെടുത്തു കഴിഞ്ഞാൽ നോക്കിയാൽ അറിയാൻ പറ്റും, വളരെ കോമൺ ആയിട്ട് ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ് മുഖക്കുരു എന്നത്. ഇത് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു 15-20 വയസ്സൊക്കെ ആകുമ്പോഴേക്കും പതുക്കെ ഇതിങ്ങനെ വന്നു തുടങ്ങാനായിട്ട് തുടങ്ങും. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 40-50 വയസ്സുള്ളവർക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മുഖക്കുരു വന്നിരിക്കുന്നതും കാണാനായിട്ട് നമുക്ക് സാധിക്കാറുണ്ട്. അപ്പോൾ ഇത് വന്നു പോയവർക്കാണെങ്കിലും ഇപ്പോൾ ഫേസ് ചെയ്യുന്നവർക്കാണെങ്കിലും മനസ്സിലാകും അതിൻ്റെ വിഷമം എന്തോരാണെന്നുള്ളൊരു കാര്യം. കാരണം നമുക്ക് വളരെയധികം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് ആണ് നമുക്ക് പോവുക. മറ്റൊരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നന്നായിട്ട് ദേഷ്യം നന്നായിട്ട് കൂടുക, ഡിപ്രഷൻ പോലെ ആകുക, അങ്ങനെയുള്ളൊരു അവസ്ഥയായിരിക്കും മുഖക്കുരു നന്നായിട്ട് കൂടുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ആക്നെ ഫേസ് ചെയ്യുന്നവർക്ക് നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് വീടിന് ചുറ്റും കിട്ടുന്ന ഒരു ഔഷധ കൂട്ടുകൊണ്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ക്രീമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക, എങ്ങനെയൊക്കെയാണ് നമുക്കത് യൂസ് ചെയ്യുക എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. പക്ഷേ വീഡിയോ കാണുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. മുഖക്കുരു വരുന്നതിനായിട്ട് നമ്മളൊരു ക്രീമൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ മുന്നേ ആയിട്ട് നമ്മളിത് എന്തുകൊണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ കാരണങ്ങൾ അറിയാതെ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ മുഖത്ത് പരറ്റിക്കൊണ്ടിരുന്നതിന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു റിസൾട്ട് നമുക്ക് തീരെ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഇത് എന്തുകൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുന്നത് എന്നും കൂടി മനസ്സിലാക്കി ഒരുപോലെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. മുഖക്കുരു വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് പാരമ്പര്യമായിട്ട് മുഖക്കുരു വരുന്ന ഒരു പ്രവണത ഉണ്ടാവാറുണ്ട്. അതുപോലെ സ്ട്രെസ്സ് നന്നായിട്ട് കൂടുതലെടുക്കുകയാണ്, ഉറക്കം നന്നായിട്ട് ശരിയായില്ല, നന്നായിട്ട് വൃത്തിയായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിച്ചില്ല, വെള്ളം നന്നായിട്ട് കുടിക്കാതിരിക്കുന്ന സമയത്ത്, പുറത്തു നിന്ന് കുറേ ജങ്ക് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ കൂടുതൽ ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നന്നായിട്ട് ഉൾപ്പെടുത്തുകയാണ്, എക്സസൈസ് ശരിയായിട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ബോഡീനെ ശരിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഹോർമോൺസിൻ്റെ ചെറുതായിട്ടുള്ളൊരു ഇംബാലൻസ് മൂലം, അതുപോലെ തന്നെ വളരെ നാളുകളായിട്ട് നമ്മൾ സ്റ്റിറോയിഡ് പോലെയുള്ള കോർട്ടിക്കോസ്റ്റീറോയിഡ് പോലെയുള്ള പല ഹെവി ആയിട്ടുള്ള മരുന്നുകൾ നന്നായിട്ട് ഉപയോഗിച്ച് വരികയാണ് എന്നിങ്ങനെ പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ടാണ് മുഖക്കുരു ഉണ്ടാവുക. കുരു വരുന്ന സമയത്ത് ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക മുഖത്ത് എന്തെങ്കിലും പരട്ടാനായിട്ട് തുടങ്ങും. അങ്ങനെ പരട്ടിയാണ് നമ്മൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ഇത് കൂടുതലായിട്ട് പോവുക. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് കാരണങ്ങൾ, നിങ്ങൾക്ക് ഈ പറഞ്ഞ കാരണങ്ങളിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലും കൂടി ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾ പുറത്ത് എന്ത് കാര്യം ചെയ്താലും അതിന് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് കുറച്ച് ആര്യവേപ്പിലയുടെ ഇലയാണ്. അപ്പോൾ ഈ ആര്യവേപ്പിലയുടെ ഇല നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതിൻ്റെ ഓരോ തണ്ടുകൾ ഇങ്ങനെ മാറ്റിയെടുക്കാം, ഇലകൾ ഇങ്ങനെ മാറ്റിയെടുക്കാം. എന്നിട്ടൊരു ചെറിയൊരു മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് കുറച്ച് വെള്ളം, വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ അതിൻ്റെ പേസ്റ്റ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പം നന്നായിട്ട് ഫൈനായിട്ടുള്ളൊരു പേസ്റ്റ് ആയിട്ടുണ്ട്. ശേഷം നമ്മളൊരു ചെറിയൊരു ബൗളിൽ ഇങ്ങനെ ഒരു അരിപ്പ വയ്ക്കുക. ആ അരിപ്പയിലേക്ക് ഈ അരച്ചിട്ടുള്ള പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് എത്രത്തോളം നമുക്ക് അതിൻ്റെ നീരെടുക്കാൻ പറ്റുന്ന അത്രത്തോളം നമ്മൾ അതിൻ്റെ സ്ക്വീസ് ചെയ്ത് വെള്ളമൊന്നും ഒഴിക്കരുത്, അതിലുള്ള വെള്ളം നീര് മാത്രം നമ്മളത് സ്ക്വീസ് ചെയ്തെടുത്ത് ചെറിയൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിലേക്ക് നമ്മളത് മാറ്റുക. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂണോളം കോൺഫ്ലവർ ആണ്. അപ്പോൾ ഈ കോൺഫ്ലവർ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ട്, ആക്നെയൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം മാറ്റാനായിട്ട് നമുക്ക് സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മാത്രം കോൺഫ്ലവർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതേപോലെ നമ്മളൊരു പാത്രത്തിൽ വെള്ളം ചൂടാക്കി ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ കോൺഫ്ലവറും അതുപോലെ അരിവേപ്പിലയുടെ നീരും കൂടിയിട്ട് നമ്മൾ ആ ചൂടുള്ള വെള്ളം നന്നായിട്ട് തിളയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ആ ചൂട് ആയതിനു ശേഷം മാത്രം ഈ മിക്സ് ചെയ്ത് അതിൽ വെക്കുക. എന്നിട്ട് നന്നായിട്ട് കൈയെടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം അത് കട്ട പിടിക്കാനുള്ള നല്ല ചാൻസസ് ഉണ്ട്. അപ്പോൾ കൈയെടുക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിലുണ്ടായിരുന്ന വെള്ളം മുഴുവൻ വറ്റി അത് അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ആകും. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ എന്തോരം കൺസിസ്റ്റൻസിയിൽ വേണമെന്നതിനനുസരിച്ച് മാത്രം നിങ്ങളത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് നന്നായിട്ട് തിക്കായിട്ട് എടുക്കാനാണ്, കാരണം നമ്മളിത് കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ അത് ലൂസായി വരാനുള്ള വളരെ ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ അതെടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് അലോവേറ ജെൽ ഒരു ടേബിൾ സ്പൂൺ, നിങ്ങളുടെ കയ്യിൽ ഏത് ബ്രാൻഡാണെങ്കിലും കുഴപ്പമില്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ മാത്രം അലോവേറ ജെൽ നന്നായിട്ട് ആഡ് ചെയ്യുക. ശേഷം ഗ്ലിസറിനും അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ. ഇപ്പം നിങ്ങളുടെ ഫേസ് നന്നായിട്ട് ഓയിലി ആണ് എന്നുണ്ടെങ്കിൽ കൂടുതലും ഗ്ലിസറിൻ അവോയ്ഡ് ചെയ്യുക.
അല്ലാത്തവരാണെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനിവിടെ 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടൊരു കാര്യം ഓപ്ഷണലാണ്. ഇപ്പോൾ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ ഞാൻ കൂടുതലും ഈ ഗ്ലിസറിനും അതുപോലെ വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂളും പ്രിഫർ ചെയ്യില്ല. ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഇതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് സ്കിന്നിന് ഏതാ സ്യൂട്ട് ആവുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ ഏകദേശം കൺസിസ്റ്റൻസി കുറച്ചൊന്ന് ലൂസ് ആവാനായിട്ട് തുടങ്ങും. കാരണം തിക്കായിട്ടുള്ളൊരു ബാറ്റർ നന്നായിട്ടൊരു തിന്നായിട്ടുള്ള ലൂസായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് നമ്മളിതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ ഒരു 10-15 ദിവസം വെച്ചിട്ട് നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം കൂടിയാണ്. പുറത്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇത് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു ക്രീം നിങ്ങൾ എന്നും രാത്രി ഫേസ് വാഷൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്ത് കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്ത് എന്തെങ്കിലും കുരുക്കളുണ്ട്, പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റുന്നതിന് വളരെ സഹായിക്കുന്ന ഒരു ക്രീമാണിത്. വീഡിയോയിൽ കണ്ടതുപോലെ ഈ ക്രീം നമുക്കിനി എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ദിവസത്തിലൊരു 2 തവണയെങ്കിലും അറ്റ്ലീസ്റ്റ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ ഇത് യൂസ് ചെയ്ത് നിങ്ങൾ ഡയറക്റ്റായിട്ട് സൂര്യൻ്റെ അതായത് പുറത്തേക്കൊന്നും പോകാതിരിക്കാനും കൂടി നിങ്ങൾ നോക്കണം. അഥവാ പോകുന്നുണ്ടെങ്കിൽ ഇതിന് സൺ പ്രൊട്ടക്ഷൻ ക്രീം പോലെയുള്ളത് അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പുറത്തേക്ക് ഇറങ്ങുക. മറ്റൊരു കാര്യം കൂടി, ക്രീം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മുഖം നന്നായിട്ട് എന്തെങ്കിലും ജെൻറ്റിലായിട്ടുള്ള കടലമാവോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മുഖം വാഷ് ചെയ്തതിന് ശേഷം മാത്രം ഇത് ഫേസിൽ പുരട്ടാനായിട്ടും കൂടി ശ്രദ്ധിക്കണം. വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് കാരണങ്ങളെന്ന് മനസ്സിലാക്കി നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും മനസ്സിലായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ യൂസ്ഫുള്ളായെന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.